ഹായ് ഗൈസ്, വെൽക്കം ടു ടുഡേയ്സ് വ്ലോഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അടിപൊളി ട്രിപ്പ് പോവാണ്. അപ്പോൾ യു എയിൽ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ ഫസ്റ്റ് ഹൈക്കിംഗ് ട്രിപ്പായിരിക്കും. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് അവിടെ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഇപ്പോൾ സമയം 3:30, വെളുപ്പിന് 3:30ക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. അത് നമ്മൾ ഹൈക്കിംഗ് ചെയ്യാൻ തുടങ്ങുന്നത് ഒരു 5:30 തുടങ്ങണം. റൈസ് കാണാനുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം അവിടെ എന്തൊക്കെ അടിപൊളി വ്യൂസ് ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് എല്ലാവരും കൂടി പോവാം. ലെറ്റ്സ് ഗോ, സ്റ്റാർട്ട് അവർ ജേർണി. ഫുൾ കോട കണ്ണ് കാണുന്നുണ്ടേ എന്തെങ്കിലും. ഓക്കെ, നമ്മൾ ഹൈക്കിങ്ങിന് പോണേന്ന് പറഞ്ഞെങ്കിലും എവിടേക്കാണ് ഹൈക്കിങ്ങിന് പോണേന്ന് ഞാൻ പറഞ്ഞില്ല. നമ്മൾ പോകുന്നത് അൽറാബി ഹൈക്കിംഗ് ട്രെയിൽസിലാണ്, കോർഫക്കാനിലുള്ളത്. ഇത് നമ്മൾ മുന്നേ പോയിട്ടുള്ള ഷീസ് പാർക്കിൻ്റെയും വാദി ഷീസിൻ്റെ ഒക്കെ ഒരു അടുത്ത പരിസരത്തായിട്ട് വരും. അതും കവർ ചെയ്ത് നമുക്ക് കുറച്ചും കൂടി പോകണം. പക്ഷേ സെയിം റൂട്ട് തന്നെയാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ യു എയിൽ ഇപ്പോൾ കാലാവസ്ഥ മാറി മഞ്ഞൊക്കെ ആയി തുടങ്ങിയ കാരണം കൊണ്ട് ഇപ്പോൾ നല്ല റോട്ടിൽ നല്ല, പിന്നെ വെളുപ്പാങ്കാലം അല്ലേ, നല്ല മഞ്ഞുണ്ട്. വ്യൂ വളരെ കുറവായ കാരണം നമ്മൾ ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഈ കൊച്ചു വെളുപ്പാങ്കാലത്തുള്ള ഡ്രൈവ് തന്നെ ഒരു അടിപൊളി അനുഭവമാട്ടോ. ഓക്കെ, നമ്മളപ്പോൾ ഓൾമോസ്റ്റ് എത്താറായി. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ചെറിയ കഫറ്റേരിയ കണ്ടു. അപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ എനിക്ക് പോകുന്ന കാരണം കൊണ്ട് ഒരു ചെറിയ ചായയും കുടിച്ചിട്ട് നമുക്ക് മൂവ് ചെയ്യാം. ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് സ്ലോട്ട്. പക്ഷെ ഇതൊക്കെ ഫില്ലായിരുന്നു. സോ നമ്മൾ ഇത്തിരി താഴെയാണ് വണ്ടി ഇട്ടത്. വാ, ഓക്കെ, ഇപ്പോൾ സമയം 5:50. സോ വി ആർ സ്റ്റാർട്ടിങ് അവർ ഹൈക്ക്. ദുർഘടമായ പാതകൾ. ഓ മൈ ഗോഡ്, ഇതിപ്പോൾ ഒരു കാൽഭാഗം പോലും ആയിട്ടില്ല. വി ജസ്റ്റ് സ്റ്റാർട്ടഡ്. അപ്പോഴേക്കും കതച്ച് ഒരു വഴിയായി. പക്ഷെ നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ അല്ലേ. ഫ്രഷ് എയർ കിട്ടിയിട്ട് എത്ര നാളായി. അങ്ങനെയല്ല, നമ്മൾ പൊല്യൂഷൻ ഫിൽഡായിട്ടുള്ളൊരു എൻവിറോൺമെൻറ്റിൽ നിന്ന് മാറി വന്നൊരു ഫീലുണ്ട്. ഗൈസ്, നമ്മളൊരു പകുതി വരെ കയറി. യാ, സോ ഹിയർ ഈസ് ദ ഫസ്റ്റ് ബ്യൂട്ടിഫുൾ വ്യൂ. മൈ ഗോഷ്, ദിസ് ഈസ് അമേസിങ്. വാവ്, ഇത് പോർട്ടാണ്, കോർഫക്കാൻ പോർട്ടാണ്. beautiful it is.
Guys, this is an amazing view. You should all come here. Such a beauty. Wow. Early morning, fresh air, beautiful view. What more you need? This is really amazing. എനിക്കറിയില്ല എത്രമാത്രം ക്യാമറയ്ക്ക് ഇത് ഒപ്പിയെടുക്കാൻ പറ്റുന്നുണ്ടെന്ന്, ബട്ട് ഐ എം ഫീലിംഗ് സോ മച്ച് റിലീവ്. നമ്മൾ ആ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള വർക്ക് ലൈഫിൽ നിന്നൊക്കെ ഒന്ന് മാറി ഇവിടെ ഒരു മോർണിംഗ് വരണം നിങ്ങൾ. ദിസ് ഈസ് എ മസ്റ്റ് ട്രൈ. ഇപ്പോൾ മല സ്റ്റീപ്പായിക്കൊണ്ടിരിക്കുക. ഓക്കെ, നമ്മളൊരു 25% കവർ ചെയ്തിട്ടുണ്ടാവും. ഇനിയുണ്ട്. നേരം വെളുത്തു ഓൾമോസ്റ്റ്. കിടക്കണ്ടോ തിരിച്ചു. അല്ല, മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവിടെ പരവര മഞ്ഞായിരിക്കും, തണുക്കും എന്നൊക്കെ പറഞ്ഞ് കോട്ട് സൂട്ടൊക്കെ ഇട്ട് വന്ന ആളുകൾ ഇപ്പോൾ ഓരോന്നായി ഊരിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെ കാണേണ്ടി വരുമോ? So this is the amazing view. Wow. ഇവിടെ റേഞ്ച് ഉണ്ടോ? കുഴപ്പമില്ല. സൂക്ഷിടാ ചോ. അവള് കുറച്ചും കൂടി മുകളിൽ കയറി ഒരു വ്യൂ പോയിന്റ് ആയി. തളർന്ന്, പക്ഷേ രസമുണ്ട് കേട്ടോ. ഇറ്റ്സ് റിയലി ഫൺ. സോ ചെറുതായിട്ട് വെയിലായി തുടങ്ങി. ഇപ്പൊ കുറച്ച് ക്യാമറയിൽ അതിൻ്റെ ഭംഗി കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ കാണുന്ന അത്രയും ഭംഗി ക്യാമറയിൽ നോക്കുമ്പോൾ എനിക്ക് കാണുന്നില്ല. ഓക്കെ, ഫ്രണ്ടിൽ പോണ കണ്ടാ തോന്നുന്നു ഇപ്പൊ ഫസ്റ്റ് ഞാനെത്തിയെന്ന്. നമ്മൾ ഇപ്പോൾ ആ ഫസ്റ്റ് കയറിയ മല ഇറങ്ങി. ഇവിടെ ഒരു ചെറിയൊരു ക്യാമ്പിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇരുന്ന് 2 ഓറഞ്ചൊക്കെ കഴിച്ചിട്ട് ഈ മല കയറാനാണ് പ്ലാൻ. സോ ലെറ്റ്സ് റെസ്റ്റ് ഫോർ സം ടൈം. റെസ്റ്റ് ഇൻ പീസ് സം ടൈം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത മല കയറാൻ. വെയിലാവണതിന് മുന്നേ വരുന്നതാണ് കുറച്ചും കൂടി. ഇതാണ് നമ്മൾ കയറി ഇറങ്ങിയ മല, കുഞ്ഞു മല. താഴെ നോക്കുമ്പോൾ കുഞ്ഞു മല. നിങ്ങൾക്ക് കാണുന്നുണ്ടോന്നറിയില്ല, ആ താഴെ കുരുകുരുകുരുന്ന് കിടക്കുന്ന കാറുകളിൽ ഒന്നാണ് ഞങ്ങളുടെ കാർ.
are at 2,500 meters. Okay guys, we reached 2,500 meters. Woohoo! Way more to go. എത്ര മീറ്റർ Yeah, a lot of my friends always ask. So and then I give just them go the up, take some deep breath, relax, go down. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കാനുള്ള സമയമായി. അപ്പോൾ നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലെത്തി. സോ സമയം ഇപ്പം എത്രയാടാ? സമയം 8:10. ഓക്കെ, നമ്മൾ 5:50 സ്റ്റാർട്ട് ചെയ്തു. ഇടയിൽ കുറേ ഷോർട്ട് ബ്രേക്സ് എടുത്തു, ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഫോട്ടോസ് എടുത്തു. അപ്പോൾ ഇപ്പോൾ നമ്മൾ 8:10 ആയപ്പോൾ പീക്കിലെത്തി. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം നമ്മൾ വരുമ്പോൾ ഫോട്ടോസൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് മല കയറാൻ മാത്രമായിട്ട് വേണ്ടി വരും. അപ്പോൾ നമുക്ക് നോക്കാം എത്ര സമയം കൊണ്ട് നമുക്ക് മല കയറാൻ പറ്റുന്നു. ഇപ്പോൾ നമുക്ക് എത്ര ഉണ്ട്, എന്തോരം കയറണം എന്നൊരു ഐഡിയ ഇല്ലാണ്ടല്ലോ നമ്മൾ കയറി, ഫസ്റ്റ് ടൈം അല്ലേ. പക്ഷേ ഇറ്റ് വാസ് ഫൺ. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. സോ ഐ റിയലി സജസ്റ്റ് യു ഷുഡ് കം ഹിയർ ആൻഡ് എൻജോയ്. താങ്ക്സ് ഗൈസ്, കീപ് വാച്ചിങ്. ബൈ ബൈ.